അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ് എന്നതിൽ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും 4 മദ്ഹബിലെ പണ്ഡിതന്മാരും ഇജ്മാ ആയിട്ടുള്ള കാര്യമാണ്. ഏകകണ്ഠേന 4 മദ്ഹബിലെയും പണ്ഡിതന്മാർ തറാവീഹ് 20 ഉണ്ട് എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞതായ കർമ്മമാണ് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം. എന്നാൽ ഏത് വിഷയങ്ങളിലും ഏത് കർമ്മങ്ങളിലും തങ്ങളുടേതായ പുത്തനാശയങ്ങൾ കടത്തിക്കൂട്ടി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ആളുകളുടെ കർമ്മങ്ങളെ വികലപ്പെടുത്തുകയും ചെയ്യുന്ന വിധൈകൾ സ്വാഭാവികമായ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെ തറാവീഹിലും കൈകടത്തുകയുണ്ടായി. തറാവീഹ് നമസ്കാരം 20 വാദിക്കുന്നവർ പിഴച്ചവാദമാണ് പറയുന്നതെന്നും അബദ്ധമാണ് പറയുന്നതെന്നും അത് ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണെന്നും ഒരു കാലത്ത് ഇവർ കൊട്ടിഘോഷിച്ചു. അതിനുവേണ്ടി ധാരാളം ഖണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും സംവാദങ്ങളും സംഘടിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നു. കാലക്രമേണ അവർക്ക് പല പരിണാമങ്ങളും പല വിഷയങ്ങളിലും സംഭവിച്ചതുപോലെ തറാവീഹിലും അവർക്ക് സംഭവിക്കുകയുണ്ടായി. സക്കരിയ സുലാഹി മരണപ്പെടുന്നതിൻ്റെ മുമ്പ് 2018 മെയ് ജൂൺ മാസങ്ങളിലെ അൽ ഇസ്ലാഹ് മാസികയിൽ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന് തറാവീഹ് വിഷയത്തിൽ സംഭവിച്ച അപജയത്തെയും തെറ്റായ വിശ്വാസങ്ങളെയും തുറന്നെതിർക്കുകയും അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞത് അബദ്ധമാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ഇമാമിങ്ങളെയും മഹാന്മാരായ പ്രാമാണികരായ മദ്ഹബിന്റെ ഇമാമിങ്ങളെ വിട്ട് സ്വയം ഗവേഷണത്തിലേക്ക് ആരെങ്കിലും പോയാൽ അവരുടെ സ്വയം ഗവേഷണത്തിനോ സ്വയം ഗവേഷണത്തിൽ അധിഷ്ഠിതമായി അവർ പറയുന്ന ആശയങ്ങൾക്കോ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടി വരും. ഞങ്ങളുടെ പഠനങ്ങൾ പൂർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ പഠനങ്ങൾ അപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ രീതികളിലേക്ക് അവരുടെ പഠനങ്ങളെ കൊണ്ടുപോകേണ്ടി വരും. ഈ പഠനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ എത്രയോ മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോകുന്നു. ഇവരുടെ അബദ്ധ ജടിലമായ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുകയും താറടിക്കുകയും അതിനിശിതമായി വിമർശിക്കുകയും ചെയ്ത് തങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച സമൂഹം മണ്ണോട് ചേർന്ന് പോകുമ്പോഴായിരിക്കും പലപ്പോഴും മൗലവിമാരുടെ തിരുത്തുകൾ കടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തറാവീഹിലും വഹാബിസത്തിൽ അപ്ഡേഷനുകൾ വന്നത്. സക്കരിയ സുലാഹിയെ പോലെയുള്ളവർ ഈ തിരുത്തിലേക്ക് കടന്നു വരികയും മുൻകാലങ്ങളിൽ സംഭവിച്ചത് അബദ്ധമാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ്. ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടായിരിക്കെ തന്നെ തറാവീഹിന്റെ പേരിൽ പലപ്പോഴും സുന്നി പണ്ഡിതന്മാരെ കുതിര കയറാനും ആക്ഷേപിക്കാനുമാണ് ഇപ്പോഴും വഹാബി മൗലവിമാർ സമയം കണ്ടെത്താറുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ 2 പണ്ഡിതന്മാർ നടത്തുന്ന ഒരു ചർച്ചയെ ഒരു മൗലവി വിമർശിക്കുന്നത് കാണാനിടയുണ്ടായി. അദ്ദേഹം അതിൽ പറഞ്ഞത് വളരെ വലിയ അബദ്ധങ്ങളാണ് എന്ന് ഉണർത്തേണ്ട അനിവാര്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നത്. റമദാനിൽ എപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ് രാത്രി നിസ്കാരത്തിൻ്റെ വിഷയം. തറാവീഹിൻ്റെ എണ്ണം അതെത്രയാണ്, 20 ആണോ 11 ആണോ എന്ന വിഷയം എപ്പോഴും എല്ലാ റമദാനിലും ചർച്ചയാകുന്ന വിഷയമാണ്. എല്ലാ റമദാനിലും ആ വിഷയം ചർച്ചയാകാനുണ്ടായ കാരണം പരിശുദ്ധമായ റമദാനിൽ 20 റക്അത്താണ് തറാവീഹ് എന്ന് പഠിപ്പിച്ച മദ്ഹബിന്റെ ഇമാമിങ്ങളെ വിട്ട് ഒരു സ്വയം ഗവേഷണത്തിലേക്കും സ്വയം ആശയം നിർമ്മിക്കുന്നതിലേക്കും ഒരു വിഭാഗം ഇവിടെ പോയപ്പോഴാണ് അവരാശയവുമായിട്ട് റമദാൻ ആകുമ്പോൾ കടന്നു വരുന്നത് കൊണ്ടുമാണ് ആ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാനിതിനു മുമ്പൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ സമസ്തയിലെ തന്നെ നജീബ് മൗലവിയുടെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം. ബഹുവന്യരായ നജീബ് മൗലവി ഉസ്താദ് തറാവീഹുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ഒന്നും തന്നെ വഹാബികൾക്ക് കിട്ടാനില്ല. സുന്നി പണ്ഡിതന്മാരുടെ പല പ്രഭാഷണങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പലപ്പോഴും ദുർവ്യാഖ്യാനിക്കാറുള്ളത് പോലെ നജീബ് മൗലവിയുടെ പ്രഭാഷണവും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. അതിൽ അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ വ്യക്തമായി കട്ടുമുറിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഒരു വീഡിയോ കാണാനിടയായി. അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നതോടൊപ്പം ഹദീസ് ദുർവ്യാഖ്യാനിക്കേണ്ട ഒരു ഗതികേടും തറാവീഹ് 20 ആണെന്ന് ഇവിടെ സമർത്ഥിക്കുന്ന പണ്ഡിതന്മാർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തനതായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഹദീസിനെയും ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ തീർത്തും അബദ്ധജടിലമായ ആരോപണം മാത്രമാണ്. ഒരു ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ച് മതത്തിന്റെ ഒരു നിയമത്തെയും സ്ഥാപിക്കേണ്ട ഗതികേട് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ തന്നെ ഉണ്ട്, ആ ഹദീസിൽ തന്നെ ഉണ്ട് തറാവീഹ് 20 റക്അത്താണ് എന്നുള്ളത്. കാരണം റമദാനിലും അല്ലാത്ത പോയും റമദാനിൽ മാത്രമേ തറാവീഹ് നിസ്കരിക്കുള്ളൂ, അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല. അപ്പോൾ ഇവിടെ മൗലവി പറയുന്നത് റമദാനിൽ മാത്രമാണ് തറാവീഹ് നിസ്കരിക്കുന്നത്, അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല എന്നാണ്. ആ ഉസ്താദ് മാത്രമല്ല അത് പറയുന്നത്, വിവരമുള്ള ആരും പറയും റമദാൻ മാസത്തിൽ അല്ലാത്തൊരു തറാവീഹ് നാട്ടുകാരെ നിങ്ങൾ കിട്ടുക. എൻ്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന ആളുകൾ മുജാഹിദുകളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മൗലവിമാർ പറയുന്നതിന് അന്ധമായി തലവെച്ച് കൊടുത്തുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആവേശം മൂത്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്ന ഒരു രീതി മാറ്റിവെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. റമദാൻ അല്ലാത്ത ഒരു തറാവീഹ് നിങ്ങൾ കേട്ടു, എന്താണ് ഈ പറയുന്നത്? ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതാ ഞാൻ അബദ്ധമല്ല. റമദാൻ അല്ലാത്ത ഒരു തറാവീഹ് എന്ത് പോയി? എന്താണ് തറാവീഹ് എന്ന് ആദ്യം പഠിക്കേണ്ടതുണ്ട്.
തറാവീഹ് എന്താണെന്ന് വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. അത് പരിശുദ്ധമായ റമദാനിലുള്ള പ്രത്യേകമായ നിസ്കാരമാണ്. റമദാൻ അല്ലാത്ത കാലത്ത് ഒരു തറാവീഹ് നാട്ടുകാർക്കാർക്കും പരിചയമില്ല. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഒരു തറാവീഹ്. റമദാൻ അല്ലാത്ത കാലത്ത് ഞാനൊരു തറാവീഹ് നിസ്കരിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ ഹദീസിൽ പറഞ്ഞത്, റമദാനിന്റെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിന്റെ രാത്രിയിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാൻ ശരിയായ വിശ്വാസത്തോടുകൂടി ഒരാൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പോൾ അവിടെ രാത്രി നിസ്കാരം എന്ന പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചത്. റമദാനിന്റെ രാത്രിയിൽ ഒരാൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്നതിനെ കുറിച്ചും നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചുമുള്ള ഹദീസാണ് അതിൽ ഉള്ളത്. ആ ഒരു ഹദീസാണ് നിങ്ങൾ വായിച്ചത്. ആ ഹദീസിൽ തറാവീഹ് എന്നുള്ള ഒരു പരാമർശമില്ല എന്നതിന്റെ പേര് പറഞ്ഞ് തറാവീഹ് എന്നൊരു നിസ്കാരം പ്രത്യേകമല്ല എന്നോ അതല്ലെങ്കിൽ തറാവീഹ് മറ്റു മാസങ്ങളിലുണ്ട് എന്നോ രണ്ടും പറയാൻ പാടില്ല. ഇതൊക്കെ സ്വയം ഗവേഷണമാണ് പോലും. നിങ്ങളൊരു ഹദീസിന്റെ ഒരു ഭാഗം അങ്ങോട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങളുടേതായ ആശയം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. ഇതെന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്ത് ആശയമാണ് നിങ്ങൾ ഈ പറയുന്നത്? തറാവീഹ് റമദാൻ അല്ലാത്തപ്പോഴുണ്ട് എന്നുള്ളതിനപ്പോൾ ഈ ഹദീസ് വായിക്കും. ഹദീസിൽ പറയുന്ന ആശയം നിങ്ങൾ പറയുന്ന ആശയം തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒരാൾ പരിശുദ്ധ റമദാനിൽ ഈമാനോടുകൂടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന് നമസ്കരിച്ചാൽ അവനിക്ക് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ള ഒരു ഹദീസിൽ, ആ ഹദീസ് പരാമർശിക്കുന്നിടത്ത് എവിടെയാണ് റമദാൻ അല്ലാത്തപ്പോൾ ഒരു തറാവീഹ് ഉണ്ട് എന്നുള്ളത്? അതിനാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു വാദം വാദിക്കുക, അതിനൊരു ഹദീസ് ഉന്നയിക്കുകയും ചെയ്യുക. ഈ ഹദീസും ഈ വാദവും തമ്മിൽ ഒരു ബന്ധമല്ല. എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ അവിടെ രാത്രി നിസ്കാരം എന്ന പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും തറാവീഹ് എന്നോ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലി എന്നോ അല്ലെങ്കിൽ തഹജ്ജുദ് എന്നോ അല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. സമയത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് പേര് മാറുന്നു എന്ന് മാത്രം. അത് നിങ്ങളെ വകയാണ്. സമയത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തറാവീഹും തഹജ്ജുദും ഖിയാമുൽ ലൈലും ഒക്കെ ഒന്നാണ് എന്നുള്ളത് അത് നിങ്ങളെ പോക്കറ്റിൽ എന്നുള്ളതാണ്. അത് ആ ഹദീസിലില്ല. ഒരു ഹദീസ് മറയാക്കിക്കൊണ്ട് നിങ്ങളെ പോക്കറ്റിലുള്ള നിങ്ങൾക്ക് ചെലവാക്കാം. എവിടെയാണ് തറാവീഹും തഹജ്ജുദും വിത്റും ഖിയാമുൽ ലൈലും ഒക്കെ ഒന്നാണ് എന്നുള്ളത്? അത് നിങ്ങളെ വകയാണ് എന്ന് മാത്രമല്ല, നിങ്ങളെ നേതാക്കന്മാർ പോലും അത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നേതാക്കന്മാരെ എഴുതി വെച്ചെന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്? നിങ്ങളുടെ EK മൗലവിയും MCC മൗലവിയും അതുപോലെ തന്നെ TK മുഹമ്മദ് മൗലവിയും ഒക്കെ എഴുതി വെച്ചത് എന്തേ നിങ്ങൾ മറന്നു പോകുന്നത്? ഇത് നിങ്ങളുടെ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്, നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖരായ 3 മൗലവിമാർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ഗണ്ണിക്കണം. ഇതിന് വിശദീകരണം ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ഒരു കാലത്ത് തോന്നിയത് പറയുക, പിന്നീട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ അതിനൊരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരിക. അതിനപ്പുറത്തേക്ക് ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഒരു മൗലവിയുടെ പഠനത്തിൽ കിട്ടിയത് പിന്നെ ഒരു അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യപ്പെടേണ്ടതാണോ മതം എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മതം വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷണം നടത്തുന്നത്. നിങ്ങൾ സർവരാലും അംഗീകരിക്കപ്പെടുന്ന വഹാബികൾക്കാണ് ഞാൻ പറയുന്നത്. ഏത് വഹാബി മൗലവിമാരുണ്ടെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിലും അവർക്ക് സർവർക്കും അംഗീകാരമുള്ള വഹാബിസം 8 നിലയിൽ പൊട്ടി പല വിഭാഗങ്ങളായി മാറുന്നതിന് മുമ്പുള്ള നിങ്ങളെല്ലാവരും നേതാക്കന്മാരായി കാണുന്ന EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും മൗലവി TK മുഹമ്മദ് മൗലവിയും, ഈ 3 മൗലവിമാരാണ് ഈ പുസ്തകം ഇവിടെ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്ന് കാലത്ത് പഴയ കാലത്ത് നിങ്ങൾ ഇറക്കിയതായ പുസ്തകമാണ് ഈ പുസ്തകം. 1-ാം പതിപ്പ് എന്നതിന്റെ ചട്ടയിൽ കാണും. കോപ്പി 1500 എന്ന് കാണും. ഇത് പ്രിന്റ് ചെയ്യാനുള്ള അവകാശം ഇതിന്റെ പ്രസാധകർക്ക് ഉള്ളൂ എന്ന് എഴുതി വെച്ചത് കാണും. ഇങ്ങനെയൊക്കെ പ്രത്യേകമായ രീതിയിൽ നിങ്ങളുടെ മദ്രസയിലേക്ക് നിങ്ങൾ ഇറക്കിയ പുസ്തകം. ഏതായാലും ഈ പുസ്തകത്തിൽ എന്താണ് ഈ മൗലവിമാര് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിച്ചത്? ഇവർ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട ആശയമാണിത്. 3-ാം നമ്പർ ഇട്ടുകൊണ്ട് സ്വലാത്തുൻ നഫ്ലി എന്ന അധ്യായത്തിൽ 3-ാമതായി കൊണ്ടുവരുന്ന സുന്നത്ത് നമസ്കാരം തറാവീഹ്. ഇതും ഇശായിന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെന്താ പറഞ്ഞത്? തറാവീഹ് റമദാനിൽ മാത്രമല്ല എന്നാണ്. ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ എഴുതി വെച്ചത്. ഇത് 20 റക്അത്ത് ഉണ്ട്. 2 പോയിന്റാ മനസ്സിലാക്കേണ്ടത്. റമദാനിലേ ഉള്ളൂ, ഇത് 20 റക്അത്ത് ഉണ്ട്. എല്ലാ ഈ 2 റക്അത്തിലും സലാം വാജിബാണ്. നിങ്ങൾ ഈ കേരളക്കരയിൽ നിങ്ങളുടെ പാഠപുസ്തകമായി പ്രമുഖരായ 3 തലയെടുപ്പുള്ള മൗലവിമാർ പരിശോധിച്ച് എഴുതിയുണ്ടാക്കിയ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട പാഠപുസ്തകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലാ പറയുന്നത് ഒരു പ്രത്യേക നിസ്കാരം തന്നെയാണ് തറാവീഹ് എന്ന്. അത് റമദാനിൽ മാത്രമാണ് എന്ന്. അത് 20 റക്അത്താണ്. ഇനി വിത്റും തറാവീഹും നിങ്ങൾക്ക് ഒന്നാണല്ലേ? എന്നാൽ ബാബു സ്വലാത്തിൻ നഫ്ലി എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ തന്നെ 2-ാം നമ്പറായി കൊണ്ടുവരുന്നത് ഏതാണ്? വിത്ർ. എന്തേ വിത്റും തറാവീഹും ഒന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2 നമ്പർ ഇട്ട് പറയേണ്ട ആവശ്യം മൗലവി? നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഇത് 2 നമ്പറാക്കി കൊണ്ടുവരേണ്ട ആവശ്യം? 2 നിസ്കാരങ്ങളായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം? 2-ാം നമ്പർ നിസ്കാരമായിട്ട് കൊടുക്കുന്നു വിത്ർ. അത് കുറഞ്ഞാൽ 1 റക്അത്തും അധികരിച്ചാൽ 11 റക്അത്തുമാണ്. എന്താ മൗലവി, 1 റക്അത്ത് തറാവീഹ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? 1 റക്അത്തും വിത്ർ നിസ്കരിക്കാലോ? ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചതാണല്ലോ. കിതാബിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയാം. 1 റക്അത്താണ് പറഞ്ഞത്. 1 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് തറാവീഹ് ഉണ്ടോ? അല്ല, ഇനി പുതിയ അപ്ഡേഷൻ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് പറയേണ്ടത്.
ഉണ്ടെന്നുണ്ടെങ്കിൽ വിചിത്രമായ വാദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഒരു റക്അത്ത് തറാവീഹ് മൗലവി, എന്നാൽ ഒരു റക്അത്തും വിത്ർ നിസ്കരിക്കാമെന്നാണ്. ഈ വിത്റും തറാവീഹും എങ്ങനെ ഒന്നാകുന്നത്? അധികരിച്ചാൽ 11 റക്അത്തുമാണ്. ഇതിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെ ശേഷമാകുന്നു. തറാവീഹും വിത്റും 2 നിസ്കാരങ്ങളായി തന്നെ പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്. ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ലി ഔലാദിൽ മദാരിസിൽ ഇബ്തിദായിയ, പ്രാരംഭ പഠനം നടത്തുന്ന മദ്രസകളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഗ്രന്ഥകർത്താക്കൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, തഅലീഫ് അൽ മൗലവി ഇ കെ കുഞ്ഞഹമ്മദ് കുട്ടി ഇ കെ മൗലവി, വൽ മൗലവി MCC അബ്ദുറഹ്മാൻ മൗലവി, വൽ മൗലവി TK മുഹമ്മദ്. നിങ്ങൾ പറയണം, ഞങ്ങൾ പഴയ കാലത്ത് എഴുതിയത് ഞങ്ങളുടെ പ്രമുഖരായ നേതാക്കന്മാരെ എഴുതിയതൊക്കെ ആണെങ്കിലും ഞങ്ങൾ പുതിയ സുന്നഹദോസ് ചേർന്നുകൊണ്ട് മതത്തിൽ പരിഷ്കരണവും അപ്ഡേഷനും വരുത്തിയപ്പോൾ ആ പഴയ നേതാക്കന്മാർ പറഞ്ഞൊക്കെ ഞങ്ങൾ ചവിട്ടി പുറത്തിട്ടിരിക്കണേ എന്ന് നിങ്ങൾ പറയണം. തുറന്ന് പറയണം. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഈ അപ്ഡേഷനാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് മറച്ചു വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കുതിര കയറി നിങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട ആശയപ്രചരണം വളരെ വൃത്തികെട്ടതല്ലേ ഇത്? മുമ്പ് പറഞ്ഞത് മുഴുവനും മറച്ചു വെച്ചും വിഴുങ്ങിയും നിങ്ങൾ നടത്തുന്ന ഈ ആശയപ്രചരണം എത്ര വൃത്തികെട്ടതാണ്. ഈ ആശയപ്രചരണം ഞങ്ങളുടെ മുൻഗാമികളെ തള്ളിക്കൊണ്ടാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണ്. രാത്രി നിസ്കാരം എന്നാണ് പൊതുവെ ഈ 3 സമയത്തിലെ നിസ്കാരത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കളവുണ്ട്. അവിടെ ഒരു കളവില്ല. പരിശുദ്ധമായ റമദാനിലെ തറാവീഹുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിലാണ് എഴുതി വെച്ചത്. നിങ്ങളാണ് എഴുതി വെച്ചത്. ഇതിന് നിങ്ങൾ വിശദീകരണം തരണം. ഇതും ഇശായിന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിന്റെ 29ാമത്തെ പേജിലാണ് നിങ്ങൾ എഴുതി വെച്ചത്. നിങ്ങളുടെ മദ്രസ പാഠപുസ്തകമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ഇതിന് വിശദീകരണം നൽകാതെ ഇത് പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറുന്നത് എത്രത്തോളം വളരെ വലിയ വൃത്തികേടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ദീനിന്റെ പേരിൽ അറിയാത്തത് പറയുക എന്നത് പേടിക്കേണ്ട വിഷയം കൂടിയാണ്. അതെ, ദീനിന്റെ പേരിൽ അറിയാത്തത് പറയുന്നത് നിങ്ങളാണ്. ഒരു കാലത്ത് പറഞ്ഞത് അത് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തിരസ്കരിച്ചുകൊണ്ട്, അത് ഓർമ്മയില്ലാത്ത വിധം സമൂഹത്തിൽ നിന്ന് മൂടി വെച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ ദീനിൽ അറിവില്ലാതെ അജ്ഞത കൈമുതലാക്കിക്കൊണ്ട് ആശയം പറയുന്നവർ മൗലവി നിങ്ങളാണ്. നിങ്ങളിത് പഠിപ്പിക്കുന്ന ഫൈസൽ മൗലവി അടക്കമുള്ള, ഹനീഫ കായക്കുടി അടക്കമുള്ള, അനസ് മൗലവി അടക്കമുള്ള നിങ്ങളുടെ മൗലവിമാരാണ്. റമദാനിൽ അല്ലാത്ത സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചു. അതാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് എന്ന് പറയുമ്പോൾ അസഹു കിതാബി ബഅദ കിതാബില്ല, അസഹു കിതാബി ബഅദ കിതാബില്ല എന്നല്ല, അങ്ങനെ ഉണ്ടാവില്ല പ്രയോഗം. ഞാൻ തിരുത്തുമ്പോൾ നിങ്ങളെ പരിഹസിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അസഹു കിതാബി ബഅദ കിതാബില്ല എന്നൊരു പ്രയോഗം ഉണ്ടാവില്ല. അത് ശരിയല്ല. അറബി ഗ്രാമർ പ്രകാരം തന്നെ അത് ശരിയല്ല. പിന്നെ എങ്ങനെയാണുള്ളത്? അസഹുൽ കുതുബി ബഅദ കിതാബില്ല, അങ്ങനെ പറയാം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായതും സ്വഹീഹായതും ശരിയായതുമായ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലോകം ഒന്നടങ്കം പറയും അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയാണ് എന്ന് പറയും. ഒരു സംശയം ഉണ്ടാവില്ല. തീർച്ചയായും ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി തന്നെയാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ല. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരി തന്നെയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ തഹജ്ജുദ് നിസ്കാരത്തെയും വിത്ർ നമസ്കാരത്തെയും ഖിയാമുൽ ലൈലിനെയും എല്ലാം ഒന്നാക്കി എന്നുള്ളത് തീർത്തും അബദ്ധജടിലമായ നിങ്ങളുടെ വാദമാണ്. അത് സ്വഹീഹുൽ ബുഖാരിക്ക് നേരെയുള്ള ദുരാരോപണമാണ്. ഇത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് മൗലവി. നിങ്ങളോട് ഇത് പറയല്ലാന്ന് വൃത്തിയില്ല. കാരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിനെയാണ്. എന്തുകൊണ്ടെന്നാൽ തറാവീഹിനെയും വിത്രിനെയും വേറെ വേറെയായിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത്. അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ എങ്ങനെയാണ് അവർ ഈ നിസ്കാരങ്ങളെ പരിചയപ്പെടുത്തിയത്? അവർ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ കൊണ്ടുവരുന്നു. കിതാബു സ്വലാത്തി തറാവീഹ്, തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് പറയുന്ന അധ്യായം. കണ്ടോ, തറാവീഹ് എന്ന് പറഞ്ഞ വേറെ തന്നെ നമസ്കാരം ഉണ്ട്. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കൊണ്ടുവരുമോ? വത്തറാവീഹു ജംഉ തർവീഹത്തിൻ, തറാവീഹ് തർവീഹത്തിന്റെ ജംആണ്, ബഹുവചനമാണ്. വഹിയ അൽ മർറത്തുൽ വാഹിദത്തു മിർ റാഹ, റാഹത്തിൽ നിന്നുള്ള ഒരു തവണ എന്നാണ് തർവീഹത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമ്മിയത്തി സ്വലാത്തു ഫിൽ ജമാഅത്തി ഫീ ലയാലി റമളാൻ അത്തറാവീഹ്, എന്റെ പരിശുദ്ധ റമളാനിലുള്ള ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് ലഭിക്കാൻ കാരണം, ആ ഒരു കാരണം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യില്ല മൗലവി. നിങ്ങൾ ആളുകൾ ഈ വാദം വാദിക്കില്ല. തറാവീഹ് എന്നുള്ള ഒരു പ്രയോഗത്തിൽ തന്നെ അത് 8 ആകാൻ പാടില്ല, അത് 11 ആകരുത് എന്നുള്ളതിന്റെ തെളിവുണ്ട്. അത് ചിന്തിക്കുന്നതിന്റെ ഭാഷ ചിന്തിച്ചാൽ തന്നെ കിട്ടും. ഒരു ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ കഥല്ലാതെ പ്രയോഗം നടത്തില്ലല്ലോ. തർവീഹത്തിന്റെ ബഹുവചനമാണ് തറാവീഹ്. എന്താ ഒരു തർവീഹത്ത് എന്ന് പറഞ്ഞാൽ? لأنهم أول ما اجتمعوا عليها كانوا يستريحون بين كل تسليمتين. അവർ ആദ്യകാലങ്ങളിൽ തറാവീഹ് നമസ്കരിക്കുമ്പോൾ എല്ലാ 2 സലാം വീട്ടുമ്പോഴും 2 സലാം, അതായത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു സലാം വീട്ടും, മറ്റൊരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീണ്ടും സലാം വീട്ടും. ഇങ്ങനെ 2 സലാം വീട്ടുമ്പോൾ 4 റക്അത്താവും. ഈ 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കാനൂ യസ്തരീഹൂന, അവര് റാഹത്ത് എടുക്കുമായിരുന്നു, അവർ വിശ്രമം നേടിയിരുന്നു. ഇങ്ങനെയുള്ള വിശ്രമത്തിനാണ് തർവീഹത്ത് എന്ന് പറയുക. 4 റക്അത്ത് നിസ്കരിച്ചാൽ എടുക്കുന്ന വിശ്രമത്തിനാണ് തർവീഹത്ത്.
ഇനി മനസ്സിലാക്കണം, ഈ തർവീഹത്തിന്റെ ബഹുവചനമാണെന്ത്? തറാവീഹ്. ഒരു ബഹുവചനമാകണമെങ്കിൽ 3 തവണയെങ്കിലും ആവർത്തിക്കണ്ടേ മൗലവി? 3 വേണ്ടേ? 3 ഒരു ബഹുവചനത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ചുരുങ്ങിയത് 3 വേണ്ടേ? എങ്കിൽ 3 തർവീഹത്ത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 12 റക്അത്ത് വേണ്ടേ? ആ 12 റക്അത്ത് ഭാഷാ പ്രയോഗത്തിൽ തന്നെ അത്യാവശ്യമായ ഒരു തറാവീഹിനെ കുറിച്ച് എങ്ങനെ നിങ്ങൾ 8 എന്ന് പറയുന്നത്? 8 3 11 എന്ന് പറയുന്നത് അത് ആ ഭാഷാ പ്രയോഗത്തിന് തന്നെ നിരക്കാത്തതാണ്. അത് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ വിശദീകരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്. പണ്ഡിതന്മാരൊക്കെ ഈ പദത്തെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ തറാവീഹ് എന്നുള്ള നിസ്കാരം ഇല്ല എന്നത് 1 നമ്പർ അബദ്ധം. 2 തറാവീഹ് എന്ന പേരുള്ള നിസ്കാരമാണ് ആ നിസ്കാരം എന്ന് സ്ഥിരപ്പെടുന്നതോടുകൂടെ തന്നെ അത് സ്ഥിരപ്പെട്ടു. എന്തുകൊണ്ട്? ഈ നിസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായി അധ്യായം കൊടുക്കുന്നത് കിതാബു സ്വലാത്തി തറാവീഹ്. നിങ്ങൾ പറഞ്ഞ പരിചയപ്പെടുത്തിയ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന പരിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയിലാണ് അധ്യായം കൊടുക്കുന്നത് കിതാബു സ്വലാത്തി തറാവീഹ്. അപ്പൊ അങ്ങനെ തന്നെ നിസ്കാരമുണ്ട്. ആ നിസ്കാരം ഉണ്ട് എന്ന് വന്നാൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കണം, ആ പ്രയോഗം കൊണ്ട് തന്നെ അത് 8 ആകാൻ പാടില്ല, 11 ആകാൻ പാടില്ല എന്ന് ഭാഷാപരമായി ചെറിയൊരു വിവരമുള്ളവൻ പറയുക തന്നെ ചെയ്യും. ഇനി പറയട്ടെ, തഹജ്ജുദ് നമസ്കാരവും വിത്റും തറാവീഹും ഒക്കെ ഒന്നാക്കുകയാണോ ചെയ്തത്? അല്ല. അവിടുന്ന് മറ്റൊരു അധ്യായം കൊണ്ടുവരുന്നു സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കിതാബു തഹജ്ജുദ്. തഹജ്ജുദും തറാവീഹും ഒന്നാണെങ്കിൽ എന്തിനാണ് മൗലവി 2 അധ്യായമായി കൊണ്ടുവരുന്നത്? തഹജ്ജുദിന്റെ നിബന്ധനയാണോ തറാവീഹിലുള്ളത്? തഹജ്ജുദ് നമസ്കരിക്കണമെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷമല്ലേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിബന്ധന തറാവീഹിലുണ്ടോ? എന്ത് അബദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് മറ്റൊരു അധ്യായമായി തന്നെ കൊണ്ടുവന്നു. ഇനി വിത്ർ നമസ്കാരം, വിത്റും തറാവീഹും ഒന്നാണോ? ഒന്നല്ല. ഇതെല്ലാം നിങ്ങളുടെ കേവലമായ യുക്തിവാദമാണ്. ചെരുപ്പിനനുസരിച്ച് കാലാണ് നിങ്ങൾ മുറിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വെച്ച അബദ്ധങ്ങളെ ഒപ്പിക്കാൻ വേണ്ടി ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നു. തറാവീഹും തഹജ്ജുദും വിത്റും ഒന്നാണെന്ന് നിങ്ങൾ പറയുന്നത് തീർത്തും അബദ്ധമാണ്. ലോകത്ത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ മേൽ നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കള്ളം പറഞ്ഞാൽ കള്ളം തന്നെയല്ലേ പറയേണ്ടി വരിക. കിതാബുൽ വിത്ർ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നു. ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ലാകിൻ ഇഫ്റാദുഹു ബിതർജമത്തിൻ അൻ അബ്വാബി തഹജ്ജുദി വത്തതവ്വുഇ യഖ്തദി അന്നഹു ഗൈറു മുൽഹഖിൻ ബിഹാ ഇൻദഹു. നിങ്ങൾ പറഞ്ഞതിനെതിരാ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു. വിത്ർ നമസ്കാരത്തെ തഹജ്ജുദിന്റെ ബാബിനോട് ചേർക്കാതെ കൊണ്ടുവന്നതിൽ നിന്ന് ഒരിക്കലും തന്നെ തഹജ്ജുദ് അല്ല വിത്ർ എന്ന് മനസ്സിലാക്കണം എന്ന ആശയം എഴുതി വെച്ചില്ലേ? ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്നാക്കിയത് ആരാശയമാണ്? നിങ്ങളുടെ സ്വയം നിർമ്മിതമായ ആശയം. എന്തേ നിങ്ങൾക്ക് ഇതിന് പ്രേരിപ്പിച്ച ഘടകന്തേ? നിങ്ങളായി പറഞ്ഞ അബദ്ധം ഇവിടെ വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തിയ മതിയാകും. ഇത് ശരിയല്ല. ഇത് നിങ്ങൾ നിർത്തണം. ഈ പരിപാടി പച്ചയായ കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത്. സ്വഹീഹിൽ കാണാം കിതാബു സ്വലാത്തി തറാവീഹ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം കൊണ്ടുവരികയാണ്, മാക്കാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി അല 11 റക്അ. 2012 ഹദീസാണ്. അദ്ദേഹം പറയാണ് റമളാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പോൾ റമളാനിലും തറാവീഹ് ഉണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അത് നിങ്ങളെ വിശദീകരണം. മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. 11നേക്കാൾ കൂട്ടാറില്ല. എപ്പോ? റമളാനിലോ അല്ലാത്തപ്പോയോ. റമളാനിലോ അല്ലാത്തപ്പോയോ. അപ്പോൾ റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടോ എന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യം ഇവർക്ക് കൊല്ലിക്ക് കൊള്ളുന്നതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം എന്താ? ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തിന്. ഒരു നിലക്കും ലോകത്തിന് കേട്ട് കേൾവില്ലാത്ത മനുഷ്യർ ഭൂലോകത്ത് നെട്ടിത്തരിക്കുന്ന ആശയാണ് പറയുന്നത് തറാവീഹ് റമളാൻ അല്ലാത്തപ്പോൾ ഉണ്ട്. റമളാൻ അല്ലാത്തപ്പോൾ മൗലവി തറാവീഹ് ഉണ്ടോ എന്ന് ചോദ്യം വരും. ഈ ഹദീസ് തെളിവാക്കിയാൽ അതിന് വിശദീകരണമാണ് റമളാൻ അല്ലാത്തപ്പോഴും തറാവീഹ്. ഇതാരെ വിശദീകരണമാണ് മൗലവി? നിങ്ങളെ വിശദീകരണമല്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു, വളരെ മാന്യമായി വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം. നിങ്ങൾ കൊണ്ടുവരണം അതിലുദ്ധരണി. തറാവീഹ് റമളാൻ അല്ലാത്തപ്പോൾ ഉണ്ടെന്ന് പറയുന്ന പ്രാമാണികമായ ഒരു ധരണി പരിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഏതെങ്കിലും ഒരു ഇമാം പരിശുദ്ധ റമളാൻ അല്ലാത്തപ്പോൾ ഒരു തറാവീഹ് ഉണ്ട് എന്ന വാദം ഏതെങ്കിലും ഒരു ഇമാം നടത്തിയ നിങ്ങളെ മൗലവിമാരെ കിട്ടണ്ട, നിങ്ങളെ ലജ്നന്റെ ഫത്വ കിട്ടണ്ട. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിലാണ് ഉപയോഗിച്ചോളി. അത് നിങ്ങൾക്ക് റാഹത്തോ. ഈ ഇമാമിങ്ങളെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ വിട്ടിട്ടേ നിങ്ങൾക്ക് ലജ്നന്റെ ഫത്വയും ഇബ്നു വാസിന്റെ ഫത്വയും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഫത്വയൊക്കെ കാരണം നിങ്ങൾക്ക് വലുത്. അതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. മറിച്ച് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പരിശുദ്ധമായ റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ട് എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങൾ പറയണ പണി ഞാൻ ഇല്ലാതെ നിങ്ങൾ കടുത്ത ദുർവ്യാഖ്യാനമാണ് നടത്തുന്നത്. പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ പച്ചയായ ദുർവ്യാഖ്യാനം നടത്തുകയാണ് നിങ്ങൾ. എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്? നിങ്ങളെ വിശദീകരണം ആവശ്യമില്ല. ഈ ഹദീസ് വിശദീകരിക്കാൻ യോഗ്യരായവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത്? മഹാനായ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദു സാരിയിൽ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയത്? വഅമ്മാ ഖൗലു ആയിഷത്തൽ ആതി ഫി ഹാദൽ ബാബി ഇൻഷാ അല്ലാഹു തആല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഈ ബാബിൽ ഇൻഷാ അല്ലാഹ് വരും. അവർ ആ ബാബിൽ ചർച്ച ചെയ്യുകയാണ്. ഏതാണ് ആ ഹദീസ്? മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അതൻ. നിങ്ങൾ വായിച്ച ഹദീസ്. ആ ഹദീസ് അവർ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇനി വരാൻ പോകുന്ന ആ ഹദീസ് ഉണ്ടല്ലോ, ഫഹമലഹു അസ്ഹാബു
അസ്ഹാബുനാ അലൽ വിത്രി, നമ്മുടെ അസ്ഹാബ് ആ ഹദീസിനെ ചുമത്തിയത് വിത്റിന്റെ മേലിലാകുന്നു. നിങ്ങളൊന്ന് പറയും, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ആണോ ഹദീസ് വിശദീകരിക്കേണ്ടത്, അതോ നിങ്ങളാണ്? അതല്ല, നിങ്ങളെ പഠിപ്പിച്ച മൗലവിമാരാണ്, നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരാണ്. ലോകം കേൾക്കണം ഇത്. ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിനാണോ അത് വിശദീകരിക്കാൻ യോഗ്യതയുള്ളത്? ഇവർക്കാണ്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യക്തമായ വിശദീകരണം എഴുതിയ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഫഹമലഹു അസ്ഹാബുനാ അലൽ വിത്രി, നമ്മുടെ അസ്ഹാബ് ആ ഹദീസിനെ വിത്റിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഈ വിശദീകരണമല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ വിശദീകരണത്തിന് എവിടെ പ്രമാണം? ഞാനതാ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ ഉണ്ട് എന്നുള്ള പച്ചയായ കള്ളമാണ് പറഞ്ഞത്. അതിനെവിടെ പ്രമാണം? നിങ്ങൾ ഹാജരാക്കിയേ പറ്റുള്ളൂ. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തെ കുറിച്ചല്ല ഹദീസിൽ പരാമർശം എന്നുള്ളത് എന്റെ വകയല്ല ഞാൻ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ച ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ് ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ് റമദാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പോൾ റമദാനിലും തറാവീഹ് ഉണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അല്ലേ? ഇല്ലേ, അത് നിങ്ങൾക്കാ കിട്ടിയത്. നിങ്ങളൊരു ഹദീസ് എടുക്കാന്ന് എന്നിട്ട് ആനക്കയം ജബ്ബാർ കാണിക്കും പോലെ ഖുർആനിലൊരു ആയത്ത് എടുക്കുക, ഓന് തോന്നിയ ഒരു അർത്ഥമുണ്ടോ, ഓൻ ഇഷ്ടപ്പെടുന്ന ഒരു അർത്ഥമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുതിര കയറാൻ അവൻ ആശിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അവൻ ലോകത്തിന്റെ മുന്നിലാണ് മുഴക്കിയിട്ട് അതൊരു ഗീർവാണായിട്ട് മുഴക്കിയിട്ട് എന്നിട്ടൊരു ആശയം അവിടെ സ്ഥാപിക്കുക. ഇത് ചെയ്യുന്നത് ഇവിടെയുള്ള യുക്തിവാദികളായ ആനക്കയം ജബ്ബാറിനെ പോലുള്ള ആളുകളാണ്. ഇതേ പണി ചെയ്യുന്നത് നിങ്ങളല്ലേ ഈ ജബ്ബാറുമാരെ വളർത്തിയെടുത്തത്. ഇവിടെയുള്ള യുക്തിവാദികളുടെ മുഴുവനും അടിവേര് മാന്തിയാൽ അവർ വരുന്നത് വഹാബിസത്തിൽ നിന്നാണ്. അതേ കാരണം നിങ്ങൾ ഈ എടുത്ത പണി എടുത്തിട്ടാണ് മൗലവി, നിങ്ങൾ ഈ പണി എടുത്ത് മൂത്തിട്ട് യുക്തിവാദത്തിന് എത്തുക. കാരണം പ്രാമാണികരായ പണ്ഡിതന്മാർ അവരുടെ ആയുസ് ചെലവഴിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട മതം പറയുക എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞ ആശയം മാറ്റിവെച്ചിട്ട് സ്വന്തം നേതാക്കന്മാരോ മൗലവിമാരോ പറഞ്ഞതോ അല്ലെങ്കിൽ സ്വയം യുക്തിയിൽ തോന്നുന്നതോ ആയ ആശയങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ആനക്കയം ജബ്ബാറുമാരെയും മുസ്തഫമാരെയും ജാമിദ ടീച്ചർമാരെയും ഒക്കെ നിങ്ങൾ ഇവിടെ സംഭാവന ചെയ്യുന്നത്. കിതാബു സ്വലാത്തി തറാവീഹ് എന്നാണ് അതിന്റെ ഗ്രന്ഥത്തിന്റെ തന്നെ പേര്. അതിൽ നിന്ന് തന്നെ കിട്ടി, ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി, റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട്, രാത്രി നിസ്കാരമുണ്ട്. അല്ലാന്ന് അത് വിശദീകരിക്കേണ്ടത് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു പോലുള്ളവരാണ്. അവരത് വിശദീകരിച്ചു. ഫഹമലഹു അസ്ഹാബുനാ അലൽ വിത്രി, നമ്മുടെ പണ്ഡിതന്മാർ അത് വിത്റിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു എന്ന് പറയാൻ അർഹതയുള്ളവരാ പറഞ്ഞത്. അത് മൂടി വെച്ച് നിങ്ങൾ ഒരു വിശദീകരണം ഇവിടെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഇബാറത്ത് ഒരു കിതാബിൽ നിന്ന് നിങ്ങൾ വായിച്ചോ? ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ആശയത്തിന് ഉപോത്ബലകമായി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ വായിച്ചാൽ ഇതിനൊക്കെ കേൾക്കാൻ ഒരു മട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് മട്ടുള്ളത് ഈ മതം പറയുമ്പോൾ മൗലവി? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കളവ്, രാത്രി നിസ്കാരം തറാവീഹ് നിസ്കാരം അല്ലാത്ത മാസത്തിൽ ഇല്ല എന്ന്. അദ്ദേഹത്തിന്റെ കളവല്ല, മാലോകർക്ക് മുഴുവനും അറിയുന്ന പരമമായ യാഥാർത്ഥ്യമാണ്. തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ നാട്ടുകാർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഈ സാധാരണക്കാരായ നാട്ടുകാരോട് നിങ്ങളോട് പറഞ്ഞു നോക്കി, നിങ്ങൾ എന്താ ഒരു കാറ്റ്. ഞാനിത് ഒന്നും പറയുന്നില്ല, ഞാനൊരു വിമർശനവും പരിഹാസവും നിങ്ങൾ നടത്തുന്നില്ല. ഈ നാട്ടുകാർക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഒന്ന് ഇറങ്ങി നിങ്ങളൊന്ന് പറഞ്ഞു, റമദാൻ അല്ലാത്തപ്പോൾ തറാവീഹ് നിങ്ങൾ എന്താ അവർ ഏത് കേന്ദ്രത്തിലാണ് കൊണ്ടുപോകാം? എത്ര ശുദ്ധമായ കളവാണ് ഇവിടെ പറയുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ശുദ്ധമായ സത്യത്തെ അതിവ്യക്തമായ രീതിയിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കളവിനെ സത്യമാക്കാനും സത്യത്തെ കളവാക്കാനുള്ള വല്ലാത്തൊരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ബാക്കി കൂടി കേട്ടാലോ. റമദാനിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്ത് തറാവീഹ് അല്ലാതെ പോയി 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിതരന്റെ കാര്യമാണ്. ജമാഅത്ത് മുജാഹിദുകൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ അപ്പോസ്തലന്മാരായ ശൈഖുമാരായ ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങി ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് തറാവീഹ് 20 റക്അത്താണ്. ഉമർ തങ്ങളും സഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ്. ഉമർ റളിയല്ലാഹു 20 നിസ്കരിച്ചു എന്ന് തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. തീർച്ചയായും ഞങ്ങൾ തെളിയിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്താണ് തറാവീഹ് നടന്നത് എന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാരും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഗ്രന്ഥം എന്നതിനർത്ഥം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ആർജവവും തന്റെ ഇടവും ഞങ്ങൾക്കുണ്ട്. ഏറ്റെടുക്കാൻ കഴിയാത്തതും തെളിയിക്കാൻ കഴിയാത്തതും ഞങ്ങൾ പറയില്ല. അപ്ഡേഷൻ എന്നതൊക്കെ നിങ്ങളെടുത്താണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് 20 നമസ്കരിച്ചത് എന്നുള്ളതിൽ ഇജ്മാഇല്ലേ മൗലവി? സ്വഹാബത്ത് അംഗീകരിച്ചിട്ടില്ലേ? സ്വഹാബത്തിന്റെ ഇജ്മാഉള്ള കാര്യമല്ലേ? എന്തേ നിങ്ങൾ കണ്ണടച്ചിരുത്താക്കുന്നത്? എത്ര ഗ്രന്ഥങ്ങളുണ്ട്? മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ സുനനുൽ കുബ്രയിൽ അവർ രേഖപ്പെടുത്തിയില്ലേ? സായിബ് ഇബ്നു യസീദ്, മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, സനദ് സഹിതം കൊണ്ടുവരുന്നു. കാനു യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമദാന ബി20 റക്അ. എന്താ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സ്വഹാബത്തിന്റെ നടപടിക്രമം എന്തായിരുന്നു? പരിശുദ്ധ റമദാനിൽ അവർ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുക എന്നതായിരുന്നു അവരുടെ നടപടി, അവരുടെ പ്രവർത്തനം. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു എന്ന്
എന്ന് പറഞ്ഞാൽ കാനു യഫ്അലൂന, അവരങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം ഇജ്മാഇന്റെ പ്രയോഗമാണ് എന്നുള്ളത് ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച ആളുകൾക്ക് അറിയില്ലേ? ചുരുങ്ങിയതൊരു ജമുൽ ജവാമി ഓതിയാ പോരെ. ജമുൽ ജവാമിയിൽ പറയുന്നില്ലേ കാനു യഫ്അലൂന കദാ, ഇന്നാലിന്നത് അവർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അതിൽ ഏകോപിച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇജ്മാഉ ഉണ്ട് എന്നതിന്റെ പ്രയോഗമാണ് എന്ന് ജമുൽ ജവാമി അടക്കമുള്ള ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ആ പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. കാനു യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമദാന ബി20 റക്അ. ഞങ്ങളൊരു ആശയം പറയണോ അത് തെളിയിക്കനെയും ഞങ്ങളുടെ പ്രാമാണികരായ പണ്ഡിതന്മാരെ കൊണ്ട് തെളിയിക്കുന്നു മാത്രമല്ല നിങ്ങളെ കൊണ്ട് തെളിയിക്കും. അതങ്ങനൊന്നും വിടൂല, നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഇത് നിങ്ങളുടെ ഔഖാഫ് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണ് തൗജീഹാത്തുൻ ഫീ ശഅനി സ്വലാത്തി തറാവീഹി വ ദുആഇൽ ഖുനൂത്ത്. ഈ ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥം അടിച്ചിറക്കുന്നത് ഔഖാഫിന്റെ കീഴിലാണ്. വിസാറത്തു ശുഊനിൽ ഇസ്ലാമിയ വൽ ഔഖാഫി വദ് ദഅവതി വൽ ഇർഷാദ്. നിങ്ങൾ ഔഖാഫ് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ ലജ്നയുടെ ഫത്വ നിങ്ങൾ എല്ലാ മുജാഹിദുകളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ലജ്നന്റെ ഫത്വ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഹജർ തങ്ങളുടെയും ഒക്കെ ഫത്വ നിങ്ങൾക്ക് പറ്റാത്തത്. നിങ്ങൾക്ക് പറ്റുന്ന ഫത്വ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൗദിയിലുള്ള 4 അക്ഷരം പഠിക്കാത്ത വഹാബി മൗലവിമാരുണ്ട്. അവിടുത്തെ അറബികളായ മൗലവിമാർ ഒരു കൂടി ഉണ്ടാക്കിയ 4 അക്ഷരം ചർച്ച ചെയ്യുന്ന ഒരു ഫത്വ കമ്മിറ്റിയാണ് ഇത് ഈ ലജ്ന എന്ന് പറയുന്നത്. ലജ്ന എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. അറേബ്യൻ രാഷ്ട്രങ്ങളിലുള്ള വഹാബി പണ്ഡിതന്മാർ അവർ കൂടിയിട്ട് നടത്തുന്ന 4 ആൾ കൂടിയിട്ട് അവർ നടത്തുന്ന ഫത്വ കമ്മിറ്റി. ഈ ഫത്വ കമ്മിറ്റിയുടെ ഫത്വയാണ് നിങ്ങൾക്ക് പ്രമാണം പല വിഷയങ്ങളിലും. ഏതേത് വിഷയങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയായപ്പോഴും നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടിച്ചപ്പോഴും നിങ്ങൾ പ്രമാണമായി പരസ്പരം ഉദ്ധരിച്ചത് നിങ്ങളെ ലജ്നയുടെ ഫത്വയാണ്. ആ ലജ്നയോടുള്ള ഒരു ചോദ്യത്തിന്റെ ആ മറുപടിയുടെ ഭാഗത്ത് കാണാം എന്ന ആ ലജ്നയുടെ ചോദ്യം കൊണ്ടുവരികയാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിൽ ലജ്ന കൊടുക്കുന്ന മറുപടിയിൽ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 23 നിസ്കരിച്ചു. ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ 23 നിസ്കരിച്ചു എന്ന് നിങ്ങളെ ലജ്നയുടെ ഫത്വയുടെ ഭാഗമായിട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്തേ തെളിയിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെയാണ് തെളിയിക്കുന്നത്. നിങ്ങൾ എന്താ കരുതി ഞങ്ങളെ ആശയം പറയുമ്പോൾ നിങ്ങളെ പോലെയാണെന്നോ? അത് ഏറ്റെടുക്കാനും അത് തെളിയിക്കാനും ആൺകുട്ടികൾ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഞങ്ങളിത്. ഇനി സക്കരിയ സ്വലാഹി അൽ ഇസ്ലാഹ് മാസികയിൽ നിങ്ങളുടെ ഈ ആശയത്തിനെതിരെ പോർമുഖം തുറന്നു അദ്ദേഹം 2018 മെയ് മാസത്തിലും ജൂൺ മാസത്തിലും അദ്ദേഹം അൽ ഇസ്ലാഹിൽ തുടർ ലേഖനങ്ങൾ എഴുതി. അദ്ദേഹം തുടർച്ചയായി ലേഖനങ്ങൾ എഴുതി. ആ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അദ്ദേഹത്തിന്റെ ലേഖനം? തറാവീഹ് മുൻഗാമികളുടെ വിശാലതയും പിൽക്കാലക്കാരുടെ കടുംപിടുത്തവും. മൗലവി നിങ്ങളെ പോലുള്ള ആളുകൾ നടത്തുന്നത്, നിങ്ങളെ മൗലവിമാർ ഇത്രയും കാലം നടത്തിയത് കടുംപിടുത്തമായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. സക്കരിയ സ്വലാഹി മരണപ്പെടുന്നതിന്റെ മുമ്പ് ജൂൺ മാസത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിലൂടെ മെയ് മാസം അൽ ഇസ്ലാഹിലും അദ്ദേഹം ഇതേ ആശയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ തുടർ ലേഖനമാണ് ജൂൺ മാസത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ജൂൺ മാസത്തിലെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം കൊണ്ടുവരുന്നു. മാത്രമല്ല ഈ അൽ ഇസ്ലാഹ് മാസികയുടെ 31ാമത്തെ പേജിൽ 2018 ജൂൺ മാസത്തിൽ 31ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെക്കുകയാണ്. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവും മറ്റു സ്വഹാബികളും ചില രാത്രികളിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവർ. അദ്ദേഹം കൊണ്ടുവരികയാണ്. ലജ്നയുടെ ഫത്വയിലുള്ള പ്രയോഗമാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. പല ഭാഗത്തും അദ്ദേഹം ഇത് സമ്മതിക്കുന്നുണ്ട്. സ്വഹാബികൾ 23 നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു അധ്യായം 32ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ 23 റക്അത്തും സ്വഹാബികൾ നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നാണ് നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പറയാ അങ്ങനെ ഒരു കാര്യം തെളിയിക്കണം. 23 നിസ്കരിച്ചത്, 20 തറാവീഹും 3 വിത്റും നിസ്കരിച്ചത് തെളിയിക്കണം. നിങ്ങളെ മൗലവി, നിങ്ങൾ ജിന്ന മുജാഹിദല്ലേ, വിസ്ത മുജാഹിദല്ലേ, നിങ്ങളെ നേതാവല്ലേ സക്കരിയ സ്വലാഹിനെങ്കിലും പഠിച്ചൂടെ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മുന്നിൽ വെച്ചിട്ട് മതത്തെ ദുർവ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് സ്വന്തം നേതാവിനൊന്ന് പഠിച്ചു. സ്വന്തം നേതാവ് എഴുതി വെച്ചതൊന്ന് ചർച്ചക്കെടുത്തുകൂടെ? അദ്ദേഹം മെയ് മാസത്തിലും ജൂൺ മാസത്തിലും എഴുതി നിങ്ങൾക്ക് പറ്റിയത് തെറ്റായിരുന്നു എന്നുള്ള കുറ്റസമ്മതമാണ് അദ്ദേഹം നടത്തിയത്. തറാവീഹ് അനാവശ്യ വിവാദങ്ങളും ഉലമാക്കളുടെ സലഫി നിലപാടുകളും അദ്ദേഹം മെയ് മാസത്തിൽ കൊണ്ടുവന്ന ഹെഡിങ് അതാണ്. ഇതിലും നമുക്ക് കാണാൻ കഴിയും സ്വഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ 20 നിസ്കരിച്ചതായും അവരിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഞാനാ ഞങ്ങൾ തെളിയിച്ചതിന്റെ മൗലവി, നിങ്ങളെ മൗലവി എഴുതി വെച്ചതാണ് ഞങ്ങൾ വായിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രമാണമാകും. ഞങ്ങൾ പറഞ്ഞാൽ, ഞങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് പല ന്യായം ഉണ്ടാവും, തള്ളാനുണ്ടാവും. നിങ്ങളെ സക്കരിയ സ്വലാഹി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രമാണമാണോ? എത്ര വലിയ വൃത്തികേടാണ് നിങ്ങൾ തറാവീഹിന്റെ പേരിൽ ചെയ്തത്. നിങ്ങൾ പരിശുദ്ധമായ സ്വഹാബത്തെ കിറാമിന്റെ അമല് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വഹാബികൾ ചെയ്തത് നിങ്ങൾക്ക് രേഖയാവും? സ്വഹാബികൾ ഒരു കാര്യം ചെയ്തു എന്ന് ഇനി സമർത്ഥിച്ചാൽ തന്നെ നിങ്ങൾക്ക് രേഖയാവും. ഒരു കാലത്ത് നിങ്ങൾ എന്തേ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് മുഴുവനും നിങ്ങൾ മറന്നുപോയി. സ്വഹാബികൾ ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? നിങ്ങളുടെ മൗലവിമാർ എന്തേ നിങ്ങളെ പഠിപ്പിച്ചത്? എന്ത് ആശയം പറയാനാണ് പഠിപ്പിച്ചത്? ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്നുള്ള MT അബ്ദുറഹ്മാൻ
അബ്ദുറഹ്മാൻ മൗലവിയുടെ ഈ പുസ്തകത്തിൽ സ്വഹാബികൾ ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നു സ്വഹാബത്ത് 23 നിസ്കരിച്ചു എന്ന് തെളിയിക്കണം. തെളിയിക്കണേ, തെളിയിച്ചാൽ നിങ്ങൾ ഇതല്ലേ പറയാ? അത് തെളിവല്ല എന്നല്ലേ പറയാ? നിങ്ങൾ ഈ പറഞ്ഞത് മൂടി വെച്ച് മാറ്റിയോ? നിങ്ങൾ അപ്ഡേഷനിൽ സ്വഹാബത്ത് തെളിവായോ? നിങ്ങൾക്ക് തെളിവാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് എത്ര അബദ്ധങ്ങളാണ്, ഈ വൈരുദ്ധ്യങ്ങളാണ്. സ്വഹാബത്ത് പറഞ്ഞത് തെളിയിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തെളിയിച്ചു തന്നു. നിങ്ങളെ മൗലവിമാർ തന്നെ എഴുതി വെച്ചത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചത് മുസ്ലിം ലോകത്തിന് തെളിവാണ്. പക്ഷെ അത് നിങ്ങൾക്ക് തെളിവായി കൊള്ളുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ആളുകൾ തന്നെ പറയണം. അതുകൊണ്ട് ഔഖാഫിന്റെ ഗ്രന്ഥം കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് സക്കരിയ സ്വലാഹിയെ കൊണ്ടുവന്നത്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് നിങ്ങൾക്ക് അവകാശമുണ്ടോ, നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നേരെ വരും. കാരണം ഈ പുസ്തകത്തിൽ MT അബ്ദുറഹ്മാൻ മൗലവി എഴുതി വെച്ചതെന്താണ്? പ്രസ്തുത ചരിത്രങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഖുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ അറബി ഭാഷയിലാണ് അനറബി നാടുകളിൽ സ്വഹാബത്ത് ഖുതുബ ഓതിയത് എന്ന് തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവാവുകയില്ല. ഖുതുബയുടെ ഭാഷയല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഖുതുബ അറബിയിലല്ലേ സ്വഹാബത്ത് ഓതിയിട്ടുള്ളൂ? അനറബി നാടുകളിലും അറബിയിലല്ലേ ഓതിയിട്ടുള്ളൂ? നിങ്ങളുടെ KM മൗലവി അദ്ദേഹം എന്താണ് എഴുതി വെച്ചത്? അദ്ദേഹം എഴുതി വെച്ചത് അറബി ഭാഷയിലെ ഖുതുബ നടന്നിട്ടുള്ളൂ എന്നല്ലേ? നിങ്ങളുടെ ഈ അൽ ഇർഷാദ് മാസികയിൽ പുസ്തകം 2 ലക്കം 3 മുഹറം മാസം ഹിജ്റ 1345 നിങ്ങൾ പ്രസിദ്ധീകരിച്ച അൽ ഇർഷാദാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ അൽ ഇർഷാദിൽ എന്താണ് KM മൗലവി എഴുതി വെച്ചത്? വലാകിൻ ഹൗനാ ശൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബ്. ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം പറയാണ്. അന്നാലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി, ഒരു ഗ്രന്ഥത്തിലും നമ്മൾ കണ്ടിട്ടില്ല അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം റളിയല്ലാഹു അൻഹും, സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ കാനൂ ഫീ ബിലാദിൽ അജമി ഹീനമാ യഖ്തുബൂന അൽ ഖുതബ അൽ മശ്റൂഅത യദ്കുറൂന അത്തവാബിഅ ബിലുഗത്തി അഹ്ലിൽ ബിലാദി വയുതർജിമൂന അൽ അർകാന ബിഹാ അഖിബ ദിക്രിഹാ ബിൽ അറബിയ്യതി. ഒരു സലഫു സ്വാലിഹീങ്ങളിൽ നിന്നും ഒരു താബിഈങ്ങളിൽ നിന്നും ഒരു മുൻഗാമികളിൽ നിന്നും നമ്മൾ കേട്ടതോ പരിചയപ്പെട്ടതോ ആയ ആശയമല്ല. അനറബി നാടുകളിൽ പോയി അവർ ഖുതുബ ഓതുമ്പോൾ പരിശുദ്ധമായ ഖുതുബയുടെ റുക്നുകൾ മാത്രം അറബിയിലോതി റുക്നുകളല്ലാത്തത് പരിഭാഷപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് പരിചയമേ ഇല്ല എന്ന് തുറന്ന് സമ്മതിച്ചത് KM മൗലവിയാണ്, അൽ ഇർഷാദിലാണ്. ബൽ നഅലമു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാലിഹീന മിനസ് സലഫി റളിയല്ലാഹു അൻഹു. പിന്നെന്താ നമുക്കറിയുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സലഫു സ്വാലിഹീങ്ങളും കാനൂ യഖ്തുബൂനൽ ഖുതബൽ മശ്റൂഅത അർകാനഹാ വതവാബിഅഹാ കുല്ലഹാ. പരിശുദ്ധമായ ദീനിലുള്ള ഖുതുബ അതിന്റെ റുക്നുകളും അതിന്റെ അനുബന്ധങ്ങളും അതിന്റെ അർക്കാനുകളും മുഴുവനും കുല്ലഹാ ബിൽ അറബിയ, എല്ലാം അറബിയിലായിരുന്നു ഓതിയിരുന്നത് എന്നാണ് നമുക്കറിവുള്ളത് എന്ന് എഴുതി വെച്ചു. ആര്? നിങ്ങളുടെ KM മൗലവി. ഖുതുബയുടെ ഭാഷയല്ല ഇവിടെ ചർച്ച. പക്ഷെ ഞാനിത് എടുത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നത്. സ്വഹാബത്ത് ഓതിയത് അനറബി നാടുകളിലും ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണെന്ന് നിങ്ങളുടെ നേതാവ് എഴുതി വെച്ചിടത്താണ് നിങ്ങളുടെ തന്നെ നേതാവായ MT അബ്ദുറഹ്മാൻ മൗലവി ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്നുള്ള പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് അനറബി നാടുകളിൽ സ്വഹാബത്ത് അറബി ഭാഷയിൽ ഖുതുബ ഓതി എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. KM മൗലവിക്ക് സ്ഥിരപ്പെട്ടത് ഇയാൾക്ക് സ്ഥിരപ്പെടാതെ പോയി. നിങ്ങളെ മൗലവിമാർ 10 ആൾ കൂടിയാൽ 10 ആൾക്കും 10 ആശയങ്ങളാണ്. കാരണം 10 ആളും മുജ്തഹിദീങ്ങളായി പോയി. പാടെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെ കണ്ട മൗലവിമാരെ മുഴുവനും മുജ്തഹിദുകളാക്കി മാറ്റിയ മുജാഹിദ് പ്രസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ മതപരമായ അപജയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നിട്ട് എന്താ എഴുതി വെച്ചത്? സ്വഹാബത്ത് അറബിയിൽ ഖുതുബ ഓതിയതായി തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, തെളിഞ്ഞു എന്ന് വന്നാൽ തന്നെ, അങ്ങനെ ഓതി എന്ന് വന്നാൽ തന്നെ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് മതത്തിൽ പ്രമാണമല്ലാത്തതുപോലെ സ്വഹാബത്തിന്റെ പ്രവർത്തനം മതത്തിൽ പ്രമാണമല്ല എന്ന് എഴുതി വെച്ചു. കണ്ണുള്ളവരെ, കാതുള്ളവരെ, ചിന്തിക്കുന്നവരെ, മുഅ്മിനീങ്ങളായി ജീവിച്ച് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പച്ചയായ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുകൊണ്ട് മതത്തിന്റെ ആശയങ്ങൾ ഇവർ പറയുന്നതാണെന്ന് ചിന്തിച്ച് മൗലവിമാർക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് അവർ പറയുന്ന ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സ്നേഹബുദ്ധ്യ പറയുന്നു, ഏത് ആശയത്തിലേക്കാണ് നിങ്ങളെ മൗലവിമാർ ക്ഷണിക്കുന്നത്? സ്വഹാബത്ത് തെളിവല്ല എന്നുള്ള ആശയത്തിലേക്കാണോ? നിങ്ങളെ മൗലവി തന്നെ പറയുന്നു തെളിയിക്കണമെന്ന്. സ്വഹാബത്ത് ചെയ്ത് എന്തിന് ഞങ്ങൾ തെളിയിക്കണം? നിങ്ങൾ എഴുതി വെച്ചത് എന്താ? സ്വഹാബത്ത് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരെ പോലെയാണ് എന്ന് എഴുതി വെച്ചവരാണ് നിങ്ങളുടെ നേതാക്കന്മാർ. ഈ ഒരു ആശയം പേറിയിട്ടാണോ സ്വർഗത്തിൽ പോകേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വഹാബത്ത് ചെയ്തു എന്നാണ്. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന് ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന് 20 ആണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വഹാബത്തിനെ പ്രമാണമാക്കാൻ നിങ്ങൾ തുനിയുമ്പോൾ നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം.
ഇനി 20 നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. അത് നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു നിലപാടില്ല. 11 തറാവീഹ് എന്നും പറയാം, 20 നിസ്കരിക്കണോ എന്നുള്ളത് ചർച്ച മറ്റൊന്നാണെന്നും പറയാം, ഇതൊക്കെ നിസ്കരിക്കാമെന്നും പറയാം, അല്ല നിസ്കരിക്കരുതെന്നും പറയാം, ഒരു കാലത്ത് ഞങ്ങളത് പറഞ്ഞിരുന്നു എന്നും പറയാം, അത് തിരുത്തിയെന്നും പറയാം. എന്ത് ആശയമാണ്? മുജാഹിദ് പ്രവർത്തകരെ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളെ മൗലവിമാർ നിങ്ങളെ പെടുത്തുന്നത്. സക്കരിയ സ്വലാഹി എന്താണ് ജൂൺ മാസത്തിലുള്ള 2018 ജൂൺ അൽ-ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹം തുറന്ന് സമ്മതിച്ചത്? നിങ്ങൾ കേൾക്കണ്ടേ? മതം കൊണ്ടാണ് നിങ്ങളുടെ മൗലവിമാർ ഈ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതിന്റെ 36-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ നീണ്ട ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം. ഈ ഒരു ഭാഗം ഞാൻ വായിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകൻ ചിന്തിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ചിന്തിക്കട്ടെ എന്ന നിലക്കാണ്. ഞാനിത് പൂർണ്ണമായി നിങ്ങൾക്ക് വായിച്ചു തരാം. മുജാഹിദ് സംഘടനയിൽ പ്രവർത്തിച്ച നീണ്ട 30 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴും തറാവീഹിന്റെ വിഷയത്തിൽ 8, 3, 11 നബിചര്യയെന്നും അതിലപ്പുറമുള്ളത് നബിചര്യയ്ക്ക് വിരുദ്ധമാണെന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ. സക്കരിയ സ്വലാഹിയാണ് പറയുന്നത്. മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ 11-ലധികം തറാവീഹിനെ കുറിച്ച് വളരെ വേഗിയാണ് കേൾക്കാൻ തുടങ്ങിയത്. മുജാഹിദ് തറവാട്ടിൽ ജനിച്ചത് കൊണ്ട് തന്നെ മുജാഹിദ് മൗലവിമാർ 20 നിസ്കരിക്കുന്നവരെ കുതിര കയറാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനുമാണ് അദ്ദേഹത്തെയും പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് 11-നപ്പുറമുള്ള ഒരു തറാവീഹിന്റെ എണ്ണത്തെക്കുറിച്ച് ഞാൻ കേട്ട് തുടങ്ങുന്നത് തന്നെ. ഗൾഫ് സലഫി പണ്ഡിതന്മാരുടെയും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തറാവീഹിന്റെ കാര്യത്തിൽ കേരള സലഫികളെ എതിരാളികൾ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും നാം തെളിവിന്റെയും നബിചര്യയുടെയും പിന്തുണയുള്ളവരാണെന്ന സമാധാനത്തിൽ എതിർവാദങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു തൈമിയ്യ അടക്കമുള്ള നിങ്ങളെ നേതാക്കന്മാർ പോലും 11 അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പ്രമാണമുണ്ടല്ലോ എന്നുള്ള ഒരു കുടിലമായ ചിന്തയിൽ ഒതുങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം തുറന്ന് കുറ്റസമ്മതം നടത്തുന്നു. എന്നാൽ തറാവീഹിന്റെ വിഷയത്തിൽ മുജാഹിദ് സംഘടനകൾ തുടർന്നു വരുന്ന കടുംപിടുത്ത നിലപാട് പൂർണ്ണമായും സലഫി നിലപാടിനോടൊപ്പമല്ലെന്ന തിരിച്ചറിവുണ്ടാവുകയും 1 വർഷം മുമ്പ് വാട്സപ്പിലൂടെ 6 ക്ലിപ്പുകൾ ഇറക്കി എനിക്ക് മനസ്സിലായ കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം ഞാൻ ഏറ്റെടുത്ത് ഞാൻ പ്രചരിപ്പിച്ച ആശയങ്ങൾ സങ്കുചിതമായിരുന്നു എന്നും ശരിയായിരുന്നില്ല എന്നും എനിക്ക് തിരിച്ചറിവുണ്ടാകാൻ സമയമെടുത്തു. അത് ബോധ്യപ്പെട്ടപ്പോൾ വാട്സപ്പിലൂടെ ഞാൻ വോയിസ് ഇറക്കി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതിനാൽ തറാവീഹ് വിഷയത്തിൽ ഈ ലേഖകൻ മുമ്പ് എഴുതിയ ലേഖനങ്ങളിലോ സംസാരങ്ങളിലോ സലഫുകളുടെയും ലോക സലഫി ഉലമാക്കളുടെയും നിലപാടിന് വിരുദ്ധമായി വന്ന എന്റെ അഭിപ്രായങ്ങൾ ഇതോടെ ദുർബലപ്പെടുത്തുകയാണ്. നിങ്ങളെ മൗലവി നസ്ഖ് ചെയ്തു. നിങ്ങളുടെ മൗലവി നിങ്ങളെ പഠിപ്പിച്ച ആശയം 2018 ജൂൺ മാസം അൽ-ഇസ്ലാഹിൽ അദ്ദേഹം അതാ മെല്ലെ അങ്ങ് നസ്ഖ് ചെയ്തു. ആരെ അദ്ദേഹത്തിന് നസ്ഖ് ചെയ്യാൻ അവകാശം കൊടുത്തത്? അദ്ദേഹം ശാരിയാണോ, അള്ളാഹുവാണോ, റസൂലാണോ? നിങ്ങൾ റബ്ബിന്റെയും റസൂലിന്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനത്ത് മൗലവിമാരെ കണ്ടപ്പോൾ അവർ കയ്യൊയ്യുകയാണ്, ഇതോടെ ദുർബലപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട 2 ലേഖനങ്ങൾ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം മുൻകാലങ്ങളിൽ എഴുതിയ 2 ലേഖനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പുസ്തകത്തിലെ 22-ാം അധ്യായമാണ് തറാവീഹുമായി മുൻകാലത്ത് എഴുതിയ എന്റെ ഒരു ലേഖനം എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. തറാവീഹ് നമസ്കാരവും ഗൾഫ് സലഫികളും എന്ന ലേഖനം ആ ഒരു പുസ്തകത്തിലുള്ളതാണ്. രണ്ടാമത്തെ അദ്ദേഹം എഴുതിയ ലേഖനമാണ് ഖിയാമു റമദാൻ അഥവാ തറാവീഹ് എന്ന പേരിൽ അൽ മനാർ മാസികയുടെ റമദാൻ വിശേഷ പതിപ്പിൽ എഴുതിയത്. ഈ 2 ലേഖനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കൂടുതൽ പഠിച്ചപ്പോൾ 2 ലേഖനങ്ങളും ഈ ഉള്ളവൻ മുജാഹിദ് സംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഘടനയുടെ ആദർശമായി എഴുതിയതായിരുന്നു. സംഘടനയുടെ ആദർശമായി സമൂഹത്തെ ഞാൻ പഠിപ്പിച്ചതാണ് ഈ ആശയങ്ങൾ. ഈ 2 ലേഖനങ്ങളും കൂടുതൽ പഠിച്ചപ്പോൾ അതിൽ പല തെറ്റുകളും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ ആ 2 ലേഖനങ്ങളും ഈ ഉള്ളവൻ ഇതിനാൽ പിൻവലിക്കുകയാണ്. നിങ്ങളുടെ മൗലവി ഒരു 10-15 കൊല്ലം മുമ്പ് പറഞ്ഞത് ആ കാലയളവ് പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് അബദ്ധമാണെന്ന്. ഇപ്പോഴുള്ള നിങ്ങളെ മൗലവിമാരുണ്ടല്ലോ, ഫൈസൽ മൗലവി പോലെയുള്ളവർ, അവർക്കൊരു 15 കൊല്ലം കഴിയുമ്പോൾ വെളിവുണ്ടാകും. അന്ന് പറഞ്ഞത് അബദ്ധമായിരുന്നു. ഈ അബദ്ധം വിശ്വസിച്ച് മരിച്ചുപോയവരുടെ വിശ്വാസം എന്തായി പോയി? ഞാൻ ചോദിക്കട്ടെ, ആ അദ്ദേഹം പഠിപ്പിച്ച സങ്കുചിതമെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തിയ ഒരു കാലത്ത് അദ്ദേഹം ആ സങ്കുചിതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പേനയുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ നാവ് ചെലവഴിച്ചുവെങ്കിൽ, അദ്ദേഹത്തിന്റെ സംസാരം ഉപയോഗപ്പെടുത്തിയെങ്കിൽ, ആ സംസാരം വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലുള്ള സുന്നികളെ കുതിര കയറി മരണപ്പെട്ടു പോയവർ, വളരെ വ്യക്തമായ രീതിയിൽ ആക്ഷേപിച്ച് പരിഹസിച്ച് മരണപ്പെട്ടു പോയവർ, അവരെ കഥ എന്താണ്? അതുകൂടി നിങ്ങൾ പറയണല്ലോ. ഇതാണ് നിങ്ങളെ മൗലവിമാരുടെ അവസ്ഥ. ഇങ്ങനത്തെ ഒരു ഗതികേട് ഞങ്ങൾക്കില്ല മക്കളെ.